എന്തൊരു മഴ ഇത് ഇന്ന് അമർത്തി പെയ്യുന്നു അതും ഇങ്ങനെ വേറിക്കൊണ്ടിരിക്കുക. എന്തരാകോ ഇവിടെ വെറുതെ എല്ലാരും ഇല്ലേ? ഉണ്ടോ? പുറത്തോട്ട് പോയിട്ടുണ്ട്. ആ പിന്നെ എന്തൊക്കെയാ രാഘവ വിശേഷങ്ങള്? നല്ല വിശേഷം. മകന്റെ വർഷാപ്പൊക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അല്ല മോന്റെ കല്യാണക്കാരി എന്തായി? പെണ്ണൊക്കെ ചോദിച്ചോണ്ടിരുന്നിരുന്നല്ലോ. ഏകദേശം ആയിക്കൊണ്ട് വരുന്നു. അതെയാ? ആ എവിടെ നോക്കിണ്ടായേ? ഇതിന്റെ അടുത്ത് തന്നെ. അതെല്ലേ? ആ അല്ല കൊറേ അലഞ്ഞതാണേ, ഇനിയിപ്പോ അധികം വെച്ചോണ്ടൊന്നും കിട്ടണ്ട, ശരിയായി അങ്ങോട്ട് വേഗം നടത്തുക. അതെ. അല്ല ഈ കുട്ടി എങ്ങനെയാ? സമ്പന്ന കുടുംബത്തിലത്തെ നല്ല തറവാട്ടുകാരാ? മോശമില്ല, നല്ല നല്ല തറവാട്ടുകാരനെ. ഒരു 101 പവനും 50 ലക്ഷം ഒക്കെ കിട്ടണ്ടാവൂലേ? അത്രയൊന്നും ഇല്ലപ്പാ. ആ എന്നാലും ഇപ്പൊ അവന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചൊരു 75 പവനും 50 ലക്ഷം ഒക്കെ കിട്ടും. 75 പവനും കിട്ടും. പിന്നെ കിട്ടില്ലേ? നിങ്ങളുടെ മകനാരോ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന മുതലാളിയല്ലേ? അതെ. ഇനി ഏത് കുടുംബത്തിന് ഒരു പെണ്ണിനെ കൊടുത്താലും മരണം വരെ നോക്കാനുള്ള ആസ്തിയില്ലേ അവനെ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ കിട്ടണം. ഒരു 75 പവനും 50 ലക്ഷം ഒക്കെ ആര് കണ്ണു ചീമ്പി കൊടുക്കുന്നത്തെ കാലത്ത്? അല്ല ഇതിപ്പോ എത്ര പറഞ്ഞിട്ടുണ്ട്? ഇതിപ്പോ ഞങ്ങളൊരു 40 പറഞ്ഞിട്ടുള്ളൂ. 40 ലക്ഷവും 50 പവനും. എന്താ രാഘവായി പറയണത്? നാളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവനെ വല്ല ബുദ്ധിമുട്ടോ ദാരിദ്ര്യം വന്ന് അവൻ പറയും അച്ഛൻ അങ്ങനെ ഒന്നുമില്ലാത്തൊരു വീട്ടിൽ കൊണ്ടേ കുടിക്കുന്നു. കിട്ടാനുള്ളത് ചോദിച്ചു മേടിച്ചു കൊടുക്കണം. അവസാനം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അത്രയെല്ലാം കിട്ടുമല്ലേ? പിന്നെ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. മഴ തുറന്നിട്ട് പോണേ. ഈ മഴ തോരും. എത്ര സമയമായി പെയ്യുന്നു. ഞാനൊന്ന് പോയിട്ട് വരാം. ഈ കാലത്തൊന്നല്ലേ ജീവിക്കണത്? സ്വന്തമായിട്ട് ഒരു തൊഴിലുള്ള മകന് ശ്രീധനില്ലാണ്ട് പെണ്ണിട്ട് ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്കണത്? മഴേ അതിന്റെ മഴക്കാലമായ മഴ പെയ്യില്ലേ? മഴക്കാലോ? ഇതാ എടാ പ്ലാ 10 വരെ മഴക്കാലാണ്. പ്ലാമ്പത്ത് കഴിഞ്ഞാൽ പ്ലാപ്പത്തിൽ ഒളിക്കാന്നാ പഴഞ്ചൊല്ലി. അതങ്ങനെയല്ല. അത് സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് തൈവത്ത് കഴിഞ്ഞ. എന്താ ഈ ചെക്കൻ ഒരു മറ്റേ യോജിപ്പില്ലാത്ത സാധനങ്ങളൊക്കെ പറയുന്നു പഴഞ്ചൊല്ലി? അതല്ലേ? എന്നാ എനിക്ക് മാറിപ്പോയതാ. ചെക്കൻ വന്നു കഴിഞ്ഞ ഒരു സാധനം മേടിച്ചിട്ട് പോവായിരുന്നു. ആളില്ലേ? അകത്തെന്തോ പണിയില്ലാ തോന്നുന്നുണ്ട്. അതെ സുഖതാട്ടാ, അതാ കുട്ടി പൈസ കൊടുക്കാന്നേ. വേറൊരു കാര്യം പറയാനുണ്ട്. ആർക്കെങ്കിലും ഈ കടമുറി വല്ലതും വാടകയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ. നമ്മുടെ ഈ പഞ്ചായത്തിലൊന്നും ഒഴിവുള്ള കടമുറി ഇല്ലട കുട്ടി. ഉണ്ടെങ്കിലൊക്കെ ഞാൻ അറിയില്ലേ? ഉണ്ടെന്നേ. നമ്മുടെ മറ്റേ ആടുവെട്ടുകാരും പോക്കറിക്ക ഉണ്ടായില്ലേ? പോക്കറിക്കാൻ്റെ കടമുറി ഇല്ലേ? ആര്? നമ്മുടെ കോയ കച്ചവടം ചെയ്യണ കടമുറിയോ? അതിപ്പോ കൊടുക്കാണ്ട്. ആര് കൊടുക്കണേ? 2 കൊല്ലായിട്ട് ഭാഗം കഴിയാണ്ട് അവിടെ കച്ചറ കൂടി നടക്കുകയാണ്. ഇനി ഒത്തുതീർപ്പായിട്ടില്ല അത്. ഒത്തുതീർപ്പായത്. നൗഷോ പറയടാ. അല്ല അതൊക്കെ തീരുമാനമായി. അത് മറ്റേ നമ്മളെ കടമുറിയും അവിടെയുള്ള സ്ഥലവും എനിക്ക്, പിന്നെ പെരയും ഇവിടുത്തെ സ്ഥലവും കാക്കും. എന്നാ ഇല്ല ഞാൻ ഇറങ്ങണം. ഇറങ്ങാൻ നിൽക്കുക. ശരി എന്നാ ഓക്കെ. എന്താ ചായ കുടിക്കണല്ലേ? കുടിക്കാം. അങ്ങനെ ഒരു കോള് വന്നപ്പേ. എന്തപ്പ അവിടെ പീഡിയറിയിൽ എന്തപ്പ ചെയ്യണ അവിടെ? നമ്മളെ സൗഖ്യത്തില്ലേ? സൗഖ്യത്തിന് അവിടെ ഒരു പിന്നെ ഡൈ ക്ലീനിങ്ങിന്റെ ഷോപ്പ് പറഞ്ഞു. അല്ല അനക്കെന്തെങ്കിലും തുടങ്ങിക്കൂടെ ഒന്ന് പറഞ്ഞ? അവിടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാനുള്ള പരിപാടിയാ. പിന്നെ മറ്റേ ഞാനിപ്പോ എന്താ ഉണ്ടായി? നമ്മുടെ പീഡിയമുറി ഇപ്പൊ എന്താ? വാപ്പുള്ള കാലത്ത് പോണല്ലേ, അതിന്റെ നിർത്തണത്. അല്ല ഞാൻ എന്നോട് ചോദിച്ചിട്ടാവാച്ചിട്ടാണ് ഞാൻ. അപ്പൊ എന്തപ്പ അതിനൊരു വാടക കണക്കാക്കണ്ടേ? അതിപ്പോ നിങ്ങളെ ഇഷ്ടത്തിന് എന്താ വെച്ചിട്ട് ഉണ്ടെങ്കി വെറുതെ ആക്കണ്ട. അല്ല അത് എന്തേലും ഒരു കണക്ക് വെച്ചോ, അത് നല്ലതാണ്. നിങ്ങൾ വെച്ചാൽ മതി. ഹലോ ബാബു. ഞാൻ ഇറങ്ങിയാണ്. എവിടെ എത്തി? ഈ തറവാട്ടിലേക്ക് വാ. ശരി ഞാൻ ചാവടി ചാലട്ടെ കേട്ടോ. ഞാൻ ചാവടി. ചായ കുടിക്ക്. നിങ്ങൾ കുടിച്ചോ? ഞാൻ കുടിച്ച എത്ര നേരം ഞാൻ കാത്തിരുന്നത്. ചൂടറിയുണ്ടാവും. ഇല്ല നല്ല പുട്ടും കടലാണ്. വാസുദേട്ടാ
ഇരിക്കി. എന്താ പിന്നെ കൊറേ അല്ല കണ്ടിട്ട്. പിന്നെ എന്താണ് കൊറേ അല്ല കണ്ടിട്ട്. കഴിഞ്ഞ ഞായറാഴ്ച വരണ്ടാണ് ഞാൻ. ആ അപ്പൊ അങ്ങോട്ട് കാശ് തരാനില്ല. ഞാനേ ഒരു 500 റുപ്യ മേടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോ ഇതിന്റെ കടം വീട്ടാൻ വേണ്ടി വന്നാണ്. അല്ലടോ അത് എപ്പോഴായാലും തരണ്ടേ. ആ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെന്താ വിശേഷപ്പ് എനിക്കൊന്നുമില്ല. വിശേഷപ്പ് ഇവിടെ അല്ലേ. എന്തായി അപ്പൊ അതൊക്കെ വീടിന്റെ ഭാഗം വെക്കലൊക്കെ എങ്ങനെയായി? അതിപ്പോ ഈ 25 സെന്റ് സ്ഥലവും പറയണു വീടും എനിക്ക്. അപ്പൊ നമ്മുടെ മുള്ളൂർക്കലുള്ള പീഡിയമുറി ഉണ്ടല്ലോ, അപ്പൊ 12 സെന്റ് സ്ഥലവും 6 പീഡിയമുറി ഓനക്ക് കൊടുക്കാന്നുള്ള നിലക്ക്. അപ്പൊ നിന്റെ കച്ചവടം? അപ്പൊ അതിപ്പോ എനിക്ക് തന്നെ കച്ചവടം ചെയ്യാം. അപ്പൊ അതിനെന്തെങ്കിലും ഒരു വാടക മാസം കൊടുത്താൽ മതി എന്നുള്ള നിലക്കാണ്. പിന്നെ ഇപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ ഈ വീട് ഇപ്പൊ ആരെങ്കിലും ഒരാൾ നോക്കണല്ലോ. ഇത് തറവാടല്ലേ, ഇതിപ്പോ തട്ടിപ്പൊളിച്ച് കളയാൻ പറ്റൂലല്ലോ. അല്ല പോയാ അന്റെ കെട്ടിയോള് അന്റെ കുടുംബത്തിൽ ഒരൊറ്റൊരുത്തല്ലേ ഉള്ളൂ, വാപ്പയ്ക്കും വയ്ക്കും. ഒരു ഓള്. അപ്പൊ അവരുടെ കാലശേഷം ആ വീടും പറമ്പൊക്കെ നിങ്ങൾക്കുള്ളതല്ലേ? അതാ ഇത് കിട്ടും. മൊയ്തുവിന്റെ കാര്യം അങ്ങനെയാണോ? അവന് വീടുണ്ടോ? അപ്പൊ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 25 സെന്റ് സ്ഥലവും വീടും അവന് കൊടുത്ത അവനൊരു വീടായില്ലേ? നീയാണെങ്കിൽ വാപ്പുള്ള കാലം മുതലേ കച്ചവടം ചെയ്യണതാണ് ആ കടമുറി. അതുകൊണ്ട് അനക്ക് അവിടെ ഒരു ബിസിനസ് ആയി. അപ്പൊ അതെന്താ ആലോചിക്കാൻ? നമ്മളിപ്പോ ഈ കാശും പണം വെച്ചിട്ടല്ല, എന്താ വെച്ചാല് സമാധാനം വേണല്ലോ. ഇപ്പൊ അതെന്താ അറിയാം, അത് നിന്റെ നല്ല മനസ്സാണേ. അല്ലെങ്കിൽ ഈ 2-2.5 കോടി ഉൾപ്പെടെ മുതൽ അനിയനെ വിട്ടുകൊടുത്തിട്ട് നീ ഈ പട്ടിക്കാട്ടിലുള്ള വീട് ഏറ്റെടുക്കുവോ? എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്ക്, എന്നാ ഞാൻ ഇറങ്ങട്ടെ. പോവാ ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ ഇറങ്ങാൻ നിൽക്കാം. ആ ചെലവുണ്ട് കേട്ടാ. 2-2.5 കോടി ഉൾപ്പെടെ മുതലല്ലേ കയ്യില് വന്നിരിക്കണേ. വാപ്പാന്റെ ആഗ്രഹം പോലെ നടന്ന അത്രേ ഉള്ളൂ. അല്ല അത് നന്നായി. ഇതിപ്പോ തീരുമാനം ഒന്നും ആയിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളോ. തീരുമാനം ഒന്നും ആയിട്ടില്ല. തീരുമാനം ആയില്ല. എളാപ്പ ഒന്നില്ല എന്താ പറഞ്ഞിനി? എന്ത് എളാപ്പ ഒന്ന് പറയണത്? എളാപ്പിച്ചും കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ വന്നങ്ങോട്ട് പറഞ്ഞു. എളാപ്പ ഞാനും കൂടി എളാപ്പനെ വിളിച്ചു വരുത്തി നിങ്ങളല്ലേ? ഇജിപ്പോ സുഖദേട്ടൻ പറഞ്ഞു വെച്ച് കേട്ടോ, അതിൽ ന്യായം ഉണ്ടോന്ന് വെച്ച് കേട്ടോ. സുഖദേട്ടൻ എന്താ പറഞ്ഞേ? സുഖദേട്ടൻ പറഞ്ഞത് എന്താ വെച്ചാല്, എനിക്കിപ്പോ ഭാര്യ വീട് ഇപ്പോ അവളുടെ പേരിലേക്കാണ് ഇപ്പൊ എന്തായാലും അവരുടെ കാലശേഷം അത് കിട്ടുക. അപ്പൊ അത് കിട്ടുമ്പോ പിന്നെ വേറൊരു വീട് എന്തിനാണ് എനിക്ക്? അനക്കല്ലേ വീടില്ലാത്തതെന്ന്. അപ്പൊ വീട് ഇച്ചെടുക്കുക, പീടിയും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം. ഇക്കാണ് പീഡ കച്ചവടം ചെയ്ത് ശീലമുള്ളത്. അപ്പൊ അത് എനിക്ക് തരാം. അതാണ് അതിന്റെ ന്യായം. ശരി, ന്യായം നിങ്ങൾ നോക്കണ്ട, ഇവിടെ ബാപ്പന്റെ ആഗ്രഹം നോക്കിയാൽ മതി. ഏതാപ്പിം ബനും കൂടിയിട്ട് ഒത്തിട്ടുള്ള കളിയാണ്. ഞാൻ ഇക്കും എടുക്കില്ല പറഞ്ഞിട്ട് ഞാൻ കടിഞ്ഞു കോട്ടനാണെന്നാണ് എനിക്ക് മനസ്സിലായിക്കണേ. ഇവിടെ കളിയാണ്. നിങ്ങൾ സൂര്യാട്ടം കൂടി ഒരു നാടകം നടന്നിരിക്കണം. എന്ത് നാടകം നടക്കണേ? അല്ല, ഇങ്ങക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇവിടെ എല്ലാം ഒത്തുതീർപ്പായിട്ട് നിൽക്കല്ലേ? അതിന്റെ ഇടയ്ക്ക് വന്ന് കുത്തിത്തീർപ്പ് ഉണ്ടാക്കേണ്ട വല്ല കാര്യം നിങ്ങൾക്ക് ഉണ്ടോ? എന്ത് കുത്തിത്തീർപ്പ്? അതെ എന്നെ വെറുതെ വലിച്ചേക്കണ്ട. ഞാനൊരു ന്യായം പറഞ്ഞു എന്നേ. അതിൽ ഏതാ ശരി ഏതാ തെറ്റ് നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞ തന്നെ ന്യായം, തെറ്റൂല ഇതില്. അതെ, എന്റെ വെറുതെ ഒന്നും പറയരുതിട്ടാ, ഞാൻ എന്റെ പണി നോക്കി പോവാ. അല്ല, നിങ്ങൾ എവിടെ പോകണം? നിങ്ങൾ ഇവിടെ ഇരിക്കേ. നിങ്ങളായി നിങ്ങളുടെ കുടുംബക്കാരായി. അല്ല പിന്നെ ഒരാള് ഇക്കൊരാളും എന്നോട് പറയാനില്ല, അങ്ങനെ ആയിപ്പോയി. കള്ള ഹിമാർ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കുടുംബത്തിൽ വന്ന് ഇടപെട്ട് പോവുക. ഇക്ക് പീഡ കച്ചവടം ചെയ്ത് ശീലമുള്ള ഇക്കാണ്. വാപ്പ പറഞ്ഞ മാതിരി തന്നെ ആയിക്കോട്ടെ, ഞാൻ ആ സ്ഥലം എടുക്കും, എനിക്ക് ഈ പൊരയിടം തോന്നും. ഈ പെരയുടെ ഞാനെടുത്ത് നിങ്ങൾ അതന്നെ പറഞ്ഞ. അപ്പൊ അനക്കൊക്കെ കാശിന്റെ മുതലിന്റെ ആർത്തിയാണ്. നിങ്ങളെ പെണ്ണിന് പെടുന്ന ഇഷ്ടം കിട്ടാണ്ട് എനിക്ക് ആ വീട് കിട്ടു, എനക്ക് ഈ വീട് കിട്ടണ്ടല്ലോ. പിന്നെന്താണ്? എനിക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥല്ല പോയത്. ഈ സർക്കാർ ഉദ്യോഗമൊക്കെ ഞാൻ പഠിച്ചുണ്ടാക്കിയതല്ല. അതേമാതിരി ഇക്ക് അറിയണത് വീട് കച്ചവടാണ്. അപ്പൊ ആ വീട് കച്ചവടം നിങ്ങൾ കച്ചവടം നടത്തൂല. അജ്ജ് നടത്തൂല. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണേ. പോലീസ് കള്ളനായിന്റെ പോലീസ് സ്റ്റേഷനിൽ സർക്കാർ ഉദ്യോഗസ്ഥ എന്ത് ചെയ്യുന്നേ? ഒരു കള്ളതായി. അതെ, ചിന്തോട് വർത്താനം പറഞ്ഞത് എളാപ്പനെ ഞാൻ കാണിച്ചത്. എളാപ്പനെ എളാപ്പന. അല്ല സുഭാഷേ, നമ്മൾ 5 സെന്റായിട്ട് ഞാൻ കൊടുക്കണില്ല. കൊടുക്കണമെങ്കിൽ ഒരു 20 സെന്റ് ആണെങ്കിൽ കൊടുക്കും. നോക്ക്, ആലോചിച്ചിട്ട് വീട്ടുകാരോട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ശരി.
എന്റെ സുമേഷേട്ടാ 9 മണി മുതൽ ഞാനിവിടെ നോക്കി നിൽക്കുകയാണ്. എനിക്ക് വേറെ ആവശ്യങ്ങളുള്ളല്ലേ. ഇയാൾ എന്റെ പുറകെ കൂടി, അതാണ്. ഇത് എവിടെ നിന്ന് കിട്ടിയത്? ഞാൻ കരങ്ങിന്റെ അവിടെ ഉണ്ടായിരുന്നു. അതല്ലേ. ആ സുമേഷേട്ടോടെ എങ്ങടാ പോണി നോക്കിയാണ്. അപ്പളാ പറഞ്ഞു മന്മഥൻ 10-25 സെന്റ് സ്ഥലം വെക്കുന്നുണ്ട്, അത് നോക്കാൻ പോവാന്ന്. അപ്പൊ പിന്നെ ഒന്ന് കണ്ടിട്ട് പോവാ. 25 അല്ലേ 20? അതെ സുമേഷേട്ടാ, അതേണ്ട ആ മൂലയില്ലേ, ആ മൂലയ്ക്ക് നിന്നാണ് നമ്മൾ ഒരു 20 സെന്റ് സ്ഥലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആ മതില് പൊട്ടിക്കും. മതില് പൊട്ടിച്ചിട്ട് അതുവഴിക്ക് വഴിയിടും. അപ്പൊ റോഡ് ഫ്രണ്ട് ആവും. അല്ലപ്പാ അവിടെ ഒന്നും ഇല്ലല്ലപ്പാ. എന്തില്ലാന്ന്? ഉണങ്ങി കിടക്കുന്നതേ കുറെ കഴുങ്ങല്ലേ ഉള്ളൂ. വാങ്ങണവർക്ക് എന്ത് വേണോ ചെയ്യാലോ. അപ്പൊ ഞാനിത് കൊടുക്കാൻ ഉദ്ദേശിക്കണത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2.5 ലക്ഷം രൂപ സെന്റിന് കിട്ടുമെങ്കിൽ കൊടുക്കും. എടാ ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കണമെങ്കിൽ ഇവിടെ ഒരു സെന്റിന് എനിക്ക് 4 ലക്ഷം ഉറുപ്പ് വെച്ച് കിട്ടും. ഇപ്പൊ എന്തിനാണ് ഇത് ഇത്ര പെട്ടെന്ന് കൊടുക്കണേ? ഞാൻ എന്റെ കൂടെ ഒന്ന് എന്റെ വഴി കൊടുക്കാനാണ്. എനിക്കിപ്പൊ സുമേഷേട്ടനായാലും മന്മഥനായാലും ഒക്കെ വേണ്ടപ്പെട്ടവരല്ലേ. ഞാനുള്ളൊരു കാര്യം പറഞ്ഞതാ. ഇനിയിപ്പോ പെട്ടെന്നൊരു സ്ഥലം വെക്കേണ്ട ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഒരു മോളല്ലേ ഉള്ളൂ. നമ്മളിപ്പോ ഇതൊക്കെ മേടിച്ചിട്ടേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോ ഇതിന് വിൽക്കുക, ആ കാശെടുത്ത് ചെലവാക്കുക, അത്രേ ഉള്ളൂ. അല്ല അപ്പൊ അത്ര പെട്ടെന്ന് ഇപ്പൊ എന്താ ആവശ്യം? ആവശ്യം ഉണ്ടായിന്ന് കൂട്ടിക്കോ എന്റെ വീട്ടില്. ഓ അപ്പൊ മോളുടെ കല്യാണം ശരിയായി എന്നർത്ഥം. ഏതാണ്ടൊക്കെ ഇങ്ങനെ ഒത്തു വന്നൊരെണ്ണം. അത് പറ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭംഗിയിൽ കഴിച്ചു കൊടുക്കണം. പേര് കേട്ട തറവാട്ടുകാരല്ലേ, മോശമാക്കാൻ പറ്റില്ല. ഒന്നേ ഉള്ളൂ. അതെ അതെ, അത് വൃത്തിയായിട്ട് നടത്തണമല്ല. ഇപ്പൊ എത്ര മോൾക്ക് ശ്രീധരം കൊടുക്കണം? ഏതൊന്നുമില്ല, ഒരു 50 പവനും 40 ലക്ഷം രൂപ. ഒരു മര്യാദയാണ് അല്ലേ? ഞാനേ ഒന്നുമില്ല സുഖത, നല്ല തറവാട്. തറവാട്ടി പറഞ്ഞല്ലേ ചെക്കൻ. അതുപോലെ. പയ്യൻ ഏത് ഡിപ്പാർട്ട്മെന്റിലാ ജോലി ചെയ്യുന്നത്? അല്ല, പയ്യൻ ഗവൺമെന്റ് എംപ്ലോയി അല്ല. അല്ലേ? അല്ല. പിന്നെ അവന് വർക്ക്ഷോപ്പാ. എന്ത് വർക്ക്ഷോപ്പ്? ഒരു ലോറി വർക്ക്ഷോപ്പ്. അവന് കുറച്ച് 10-15 പണിക്കാരൊക്കെ ഉണ്ടേ. നല്ല ഇരിക്കണേ, കുഴപ്പമൊന്നുമില്ല. സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് ഇട്ട പയ്യനെ 50 പവനും 40 ലക്ഷവും. എടാ നിന്റെ ഏട്ടന്റെ മകളെയൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ കെട്ടിയത്. നീ മോശമാവാൻ പാടുവോ? പിന്നെ ഞാനൊരു കാര്യം പറയാം. ഈ വർക്ക്ഷോപ്പ് പണിക്കാരനോ അല്ലെങ്കിൽ വല്ല കച്ചവടം ചെയ്യണവർക്കൊക്കെ ഈ പറഞ്ഞ ശ്രീധരൻ അങ്ങോട്ട് കൊടുത്താണ്ടല്ല, അവരാ കാശ് മുഴുവനും മേടിച്ച് വല്ല ബിസിനസ്സിന് ഇറക്കും. എന്നിട്ട് വഴിയാധാരം ഉണ്ടാവും. അല്ല, ഞാൻ മോളുടെ ഭാവിയെ കുറിച്ച് പറഞ്ഞതാ. വർക്ക്ഷോപ്പുകാരനെ കാലം മാറി മന്മത. ഇപ്പൊ ഇലക്ട്രിക് യുഗ ആണ്. ഇനി പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വണ്ടി നിൽക്കും. അപ്പൊ അമ്പോന്ന് മിഴിച്ചു നിന്നിട്ട് കാര്യമില്ല. ആലോചിച്ച് കണ്ടൊക്കെ ചെയ്യേ, അത്രേ ഉള്ളൂ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. അല്ല, ഒരു ചായ കുടിച്ചിട്ട് പോയാ. ഏയ് അതൊന്നും വേണ്ടതേ, അത് പിന്നെ ആവാ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. സുമേഷേട്ടാ, നമ്മൾ വൈകിട്ട് അവിടെ കാണാം. കാണാം. ശരി. സുമേഷേട്ടാ, ഈ സുഗതം പറഞ്ഞതിൽ കാര്യമുണ്ട് അല്ലേ? ഇത്രയും പൈസ ശ്രീധനം കൊടുത്തൊരു വർക്ക്ഷോപ്പുകാരനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല, സുഗതം പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാണ്ടേ. ഇപ്പൊ ഇലക്ട്രിക് യുഗമാണ്. അപ്പൊ ഈ വർക്ക്ഷോപ്പൊക്കെ ഈച്ചടിച്ചിട്ട് അവിടെ ഇരിക്കേണ്ടി വരും. ഒന്നും കാണില്ല. സുഗതം വന്നത് നന്നായി. ഓ രാഘവൻ, ചെക്കൻ്റെ തന്തേ. ഹലോ, ആ രാഘവട്ട പറയൂ. എന്താ പറഞ്ഞ സ്ത്രീധനം പോരാന്നോ? പിന്നെ എന്താ നിങ്ങൾ ഉദ്ദേശിക്കണേ? 101 പവനും 50 ലക്ഷം. എന്നാലേ രാഘവട്ട, ഞാനങ്ങോട്ട് തുറന്നു പറയാം. തൽക്കാലം ഞാൻ ഈ ഒരു ബന്ധം അങ്ങോട്ട് വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇല്ലല്ല, ചോദിച്ചോണ്ടല്ല. അല്ലേ, നിങ്ങളെ ഈ പറഞ്ഞില്ലേ, ഈ വർക്ക്ഷോപ്പുമായിട്ടിരിക്കണ ഈ ചെറുക്കനില്ലേ, അവനിപ്പോൾ ഇത്രയും കൊടുത്ത് കെട്ടിക്കേണ്ട ഒരു ഇതില്ലാന്നാണ് ഞാനിപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി. അല്ലല്ല, അത് നിങ്ങൾ അങ്ങനെ പറയാം. നിങ്ങൾ ഇല്ല, അത് പറയല്ലേ രാഘവട്ടെ, അത് പറയല്ലേ. ചേട്ടാന്ന് വിളിച്ച് വാങ്ങണ്ട, എന്നെ കൊണ്ട് വേറെ വിളിപ്പിക്കരുത്. നിങ്ങൾ സംസാരം ക്ലിയർ ആക്കണോ? ഞാൻ അലമ്പാണെങ്കിൽ ഞാൻ അലമ്പാണ് കേട്ടാ. താൻ പോടാ അവിടുന്ന്. താൻ എന്ത് കണ്ടിട്ടാ താൻ സംസാരിക്കണേ? നിങ്ങളെ പ്രായം ഓർത്തിട്ടാണ്. താൻ മറ്റു ലോറി ഓടിച്ചിരുന്ന ആളാണെന്ന് എനിക്കറിയാം. ആ സംസ്കാരം അത് എൻ്റെ അടുത്ത് കാണിക്കണ്ട. അത് നിങ്ങൾ വീട്ടിൽ കാണിച്ചാൽ മതി. വെച്ചിട്ട് പോടാ. സംസാരിക്കണമേ കച്ചറ കണ്ട. നന്നായി എന്നുള്ളതാ, നന്നായി. ഇത് ഈ വീട്ടിൽ എൻ്റെ മോള് കയറി ചെന്നെങ്കിൽ എന്തായിരുന്നല്ലോ എൻ്റെ മോളുടെ അവസ്ഥ? അയ്യേ, നമുക്ക് സ്ഥലത്തിന്റെ കാര്യം. ഏത് സ്ഥലം? ഇതിന്റെ കൊടുക്കണോ? വേണ്ട, ഇപ്പൊ നമുക്കേ സുഗതം പറഞ്ഞ പോലെ ഒരു 4 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോ ഇത് വില കൂടുതൽ കിട്ടുക. അപ്പോൾ നമുക്ക് ആലോചിക്കാം സുമേഷ്. ആദ്യം നല്ലൊരു ചെക്കനൊന്ന് കണ്ടോ. എന്റെ മോക്കൊരു ഇപ്പൊ വേണ്ട സുമേഷ്, നമുക്ക് പിന്നെ ആലോചിക്കാം. നല്ല പ്രൊപ്പോസൽ മോനാ മന്മതോ. മറിമായം